ഒരിക്കൽ ഒരു നായയ്ക്ക് ഒരു കഷ്ണം ഇറച്ചി കിട്ടി. അതീവ സന്തോഷത്തോടെ അവൻ ആ ഇറച്ചി കഷ്ണം വായിൽ കടിച്ചുപിടിച്ച് തന്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. വഴിയിൽ ഒരു ചെറിയ പുഴയുണ്ടായിരുന്നു. പുഴയ്ക്ക് കുറുകെയുള്ള ഒരു മരപ്പാലത്തിലൂടെ നടക്കുമ്പോൾ അവൻ അവിചാരിതമായി താഴെ വെള്ളത്തിലേക്ക് നോക്കി. അവിടെ വെള്ളത്തിൽ മറ്റൊരു നായ നിൽക്കുന്നത് അവൻ കണ്ടു. ആ നായയുടെ വായിലും വലിയൊരു ഇറച്ചി കഷ്ണമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതാ നായയുടെ തന്നെ പ്രതിബിംബം, റിഫ്ലക്ഷൻ ആയിരുന്നുവെന്ന് ആ പാവം നായയ്ക്ക് മനസ്സിലായില്ല. അവൻ ചിന്തിച്ചു, ആ നായയുടെ കയ്യിലിരിക്കുന്ന ഇറച്ചി കഷ്ണം കൂടി കിട്ടിയാൽ എനിക്കിന്ന് വലിയൊരു വിരുന്നു തന്നെ കഴിക്കാം. ആ ഇറച്ചി കഷ്ണം കൂടി കൈക്കലാക്കാൻ വേണ്ടി അവൻ ദേഷ്യത്തോടെ വെള്ളത്തിലേക്ക് നോക്കി ഉറക്കെ കുരച്ചു, വാവ് വാവ്. അവൻ വായ തുറന്നതും അവന്റെ വായിലുണ്ടായിരുന്ന ഇറച്ചി കഷ്ണം താഴെ പുഴയിലെ വെള്ളത്തിലേക്ക് വീണു. ആ ഇറച്ചി വെള്ളത്തിലെ ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് പോയി. ആർത്തി കാണിച്ചതുകൊണ്ട് കയ്യിലിരുന്ന ആഹാരം കൂടി അവന് നഷ്ടമായി. വിശപ്പോടെയും സങ്കടത്തോടെയും അവന് അന്ന് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കയ്യിലുള്ളതിൽ തൃപ്തിപ്പെടുക. അത്യാഗ്രഹം എപ്പോഴും നാശമേ വരുത്തൂ.